ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സേറമോൾക്കൊരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക് വെച്ചിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാക്കി ബാലൻസ് കുറച്ച് ക്ലോത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കഫ്താൻ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 27 ഇഞ്ചാണ് അവർക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പം മടക്കി അടിക്കാനുള്ളതും കൂടെ കൂട്ടിയിട്ട് 29 എടുത്തു. പിന്നെ നെക്കിൻ്റെ അകലം 2 ഇഞ്ചും ഇറക്കം 3.5 ഇഞ്ചും കൊടുത്തു. സിമ്പിളായിട്ട് തയ്ക്കാൻ, നമുക്ക് ജസ്റ്റ് നെക്ക് മാത്രം അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, നെക്കും സൈഡും. അങ്ങനെ നെക്ക് കട്ട് ചെയ്തു, ലെങ്ത്തും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. നെക്ക് നമുക്കൊരു ക്രോസ് പീസ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അടിച്ച് മറിച്ചാൽ മതി. ഞാൻ വേസ്റ്റിൻ്റെ പോർഷനിൽ ഒരു ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ വണ്ണം 24 ഇഞ്ച് ആയതുകൊണ്ട് 6.5 ഇഞ്ച് മടക്കിയിട്ടിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് മൊത്തം 12 ഇഞ്ചിൽ ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു 12 ഇഞ്ച് ബാക്കിലും ഫ്രണ്ടിലും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡും കഫ്താൻ പുറത്തേക്കാണ് നമ്മൾ 2 സൈഡും അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. പിന്നെ കഴുത്ത് അടിച്ച് മറിക്കാനുള്ള 3 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ കഴുത്ത് നല്ല വൃത്തിയിലിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഹുക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് കരയും തല കയറാതെ. അപ്പോൾ ഒരു ഹുക്ക് മാത്രം വരുന്ന രീതിയിൽ ബാക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ കഫ്താൻ്റെ നെക്ക് അടിച്ചതിന് ശേഷം 4 സൈഡിലും ഞാൻ മടക്കി അടിച്ചിട്ട് ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനില്ല. എലാസ്റ്റിക് വെച്ചു, കഴുത്തടിച്ചു, 4 സൈഡിലും ലേസ് വെച്ചടിച്ചു. ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സേറ ഇട്ടിട്ടുള്ള വീഡിയോസാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു.